Hello everyone, welcome to sangeethaandleo channel. So ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് സീരീസിൽ പാസ്ത റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സോ ഇത് ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇത് ബേസിക്കലി 1 pot പാസ്ത റെസിപ്പിയാണ്. അതായത് നമ്മൾ എല്ലാ ചേരുവകളും ഒക്കെ ഒരുമിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ടൈം ഒരുപാട് പോയില്ല. ജസ്റ്റ് 20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇറ്റാലിയൻ പാസ്ത റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി ആൻഡ് വെരി വെരി ഹെൽത്തി ഓൾസോ. സോ ഞാനിവിടെ വെജിറ്റബിൾ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പാസ്ത ഉണ്ടാക്കാം. ചിക്കൻ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ബോൺസ് ഇല്ലാതെ ചിക്കൻ എടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൽ കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് വേവിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷെ വളരെ സിമ്പിളാട്ടോ. അപ്പോൾ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബ്രോക്കലി, ക്യാപ്സിക്കം, എല്ലാത്തിനും പകുതി പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പകുതി ബ്രോക്കലി, പകുതി ക്യാപ്സിക്കം, പകുതി ക്യാരറ്റ്, പിന്നെ സവാളയാണെങ്കിലും ഒരു മീഡിയം സൈസ് സവാള, പിന്നെ തക്കാളിയും പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. ആൻഡ് പാസ്ത ഞാൻ പെനെ പാസ്തയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത എടുക്കാം കേട്ടോ. മാക്കറോണിയൊക്കെ എടുക്കാം. 4 കപ്പ് പാസ്തയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, ഓക്കെ, 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കാണ്. അടച്ചിട്ട് വേവിക്കാണ് കേട്ടോ. ഒരു 7 മിനിറ്റ് എടുക്കും പാസ്തയൊക്കെ കുക്കാവാനായിട്ട്. നമ്മൾ പാസ്ത വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വെജിറ്റബിൾസും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഫസ്റ്റ് തിങ് 2 ടേബിൾ സ്പൂൺ ഓഫ് ഒലിവ് ഓയിൽ. ഞാനിവിടെ ഡെൽമോണ്ടെയുടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റാലിയൻ ഡിഷസിന് ഒലിവ് ഓയിലാണ് ഹൈലൈറ്റ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഒഴിച്ചുവിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊഴിച്ചു. ഇനി അടുത്തത് ബട്ടർ. ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചീസ്, നമ്മുടെ സാധാരണ ചീസ് ആണ്, നമ്മുടെ അമുൽ ചീസ് ഉണ്ടല്ലോ, ചീസ് ബ്ലോക്ക് കിട്ടുമല്ലോ നമുക്ക്, അതാണ് ഞാനതിങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ചീസാണ്. നമ്മുടെ ബേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന കപ്പില്ല, അതിൻ്റെ 1/2 കപ്പ് ചീസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പാസ്തയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകും. കാരണം ഓൾറെഡി ചീസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ പാസ്തയിൽ ഉപ്പിടുമ്പോൾ നമ്മളെപ്പോഴും ടേസ്റ്റ് ചെയ്തിട്ട് വേണം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഓക്കെ, അപ്പോൾ ചീസ് ഇട്ടു. ഇനി ഇതിലേക്ക് സീസണിങ്, അതിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഫ്ലേക്സ്, ഓക്കെ, പിന്നെ ഗാർലിക് ബ്രെഡ് സീസണിങ്. ഇതൊക്കെ ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ പൊതുവെ കിട്ടുന്നതാണ്. ഈ 2 സംഭവമാണ് ഇതിലിടുന്നത്, ഒറിഗാനോയും പിന്നെ അതുപോലെ തന്നെ ഗാർലിക് ബ്രെഡ് സീസണിങ്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ആ ഒരു പുളിപ്പ് ടേസ്റ്റ്, ടൊമാറ്റോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ദിസ് ഇസ് പൊതുവേ പാസ്തയിൽ ചെയ്യാത്തൊരു സംഭവമാണ്, പക്ഷേ ഒരു പുളിപ്പിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് സോയാ സോസ്. സോയാ സോസ് ജസ്റ്റ് 1 ടീസ്പൂൺ മതി. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. ഓക്കെ, സോയാ സോസ് ജസ്റ്റ് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. നമുക്ക് ആ പുളിപ്പ് കിട്ടാൽ മതി. സോയാ സോസും കൂടി ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഓക്കെ, ഇത് ലിറ്ററലി ഒരു 1/2 കപ്പ് ഓഫ് ഫ്രഷ് ക്രീം. എത്ര സോസ് നിങ്ങൾക്ക് വേണോ അത്രയധികം ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1/2 കപ്പ് ഒഴിച്ചു. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പാസ്തയിൽ സോസ് പെട്ടെന്ന് റെഡ്യൂസ് ആവും, കുറയും, പെട്ടെന്ന് വറ്റും സോസ്. ഒരുപാട് സോസ് അങ്ങോട്ട് വറ്റിക്കാൻ നോക്കണ്ട. ഓക്കെ, ഡ്രൈ ആക്കിയ ഒരു ടേസ്റ്റില്ല. നമുക്ക് പാസ്ത എപ്പോഴും കുറച്ച് സോസി ആയിട്ടുള്ള ഒരു പാസ്തയാണല്ലോ രസമുള്ളത്. അപ്പം ഒന്ന് ചൂടാക്കി ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഓഫാക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ പാസ്ത തിളച്ചു. എനിക്ക് അത്യാവശ്യത്തിന് എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ സോസിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ കുറയ്ക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ പാസ്തയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് കുറയ്ക്കേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാണ്. നമുക്ക് എരിവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും 2 ഡ്രൈഡ് റെഡ് ചില്ലീസും പൊടിപ്പിച്ചിട്ട് അതിൻ്റെ ഫ്ലേക്സാണ് ഞാനിവിടെ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാണ്ടോ, നോ ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഒരു മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി
ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് നല്ല ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയിലയാണ്. മല്ലിയില ആഡ് ചെയ്യുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. കട്ട് ചെയ്തിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, നമ്മൾ 1 പോട്ട് പാസ്ത റെഡിയായി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ പാസ്ത ഉണ്ടാക്കാം കേട്ടോ. ബോൺസ് ഇല്ലാത്ത ചിക്കൻ വേണം നോക്കാനായിട്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തൈസ് അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റുകളൊക്കെ, ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ടിട്ട് ഒരുമിച്ച് വേവിക്കാം. അതിൻ്റെ പ്രൊസീജിയേഴ്സും ഇതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഒരുമിച്ച് വേവിച്ച് ഇതുപോലെ തന്നെ സോസൊക്കെ ഇട്ടിട്ട് സംഭവം ഇങ്ങനെ ഉണ്ടാക്കാം. ആൻഡ് ഇറ്റ് ബി വെരി വെരി ടേസ്റ്റി. അപ്പോൾ ഇതാണ് സംഭവം. 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന 1 പോട്ട് പാസ്ത. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായം എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം മീ. ടാറ്റാ.